Hello guys, so welcome back to my YouTube channel. If you guys are new here, subscribe and hit that subscribe button and let's begin. I'm gonna get ready with me and കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലേ? And yeah, let's begin. And ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മിസ്റ്റോളജിയ ടോഫി ഉണ്ടത്, മാംഗോ ഫൈറ്റ്. വേണ്ട, കുഴപ്പമില്ല. സോ നമുക്ക് പ്രേമരുന്ന് തുടങ്ങാം. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് മീ എൻ്റെ അമ്മേനെ കുറിച്ച് പറയുന്നത്, ആൻഡ് എൻ്റെ അമ്മേനെ ഉൾപ്പെടുത്താത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെ പോയി എൻ്റെ അമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എൻ്റെ ഒരു കുക്കിംഗ് ചാനൽ പോലെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അവിടെ പോയി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയെക്കുറിച്ച് പറയാത്തത് അമ്മ എന്നാണ് പറഞ്ഞത്, അമ്മയെക്കുറിച്ചൊന്നും പറയേണ്ടത്. അതുകൊണ്ടാണ് അമ്മേനെ കുറിച്ചൊന്നും പറയാത്തത് ഗൈസ്. അതായത് എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടൊന്നുമില്ല. ദിസ് പ്രൈമറി അലർജിക് തിങ്. ഫ്യൂ പിമ്പിൾസ് എൻ്റെ ഇവിടെ ഉണ്ട്. ടുഡേ ഈസ് മൈ ഹെയർ വാഷ് ഡേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുടി ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ ഇറങ്ങാം ഗൈസ്. ഇതൊരു ഇൻസ്പോ മേക്കപ്പ് ഒന്നും അല്ല, ഞാൻ മറവിയുടെ അസുഖമാണ് എനിക്ക്. എന്താ ഗൈസ്, നമുക്ക് ഉടനെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് സീരീസ് തുടങ്ങാം. ത്രിഫ്റ്റ് ഫ്ലിപ്പൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു തരാം ഞാൻ. നമ്മൾ പഴയ ഷർട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ ഇടാത്ത ഷർട്ടൊക്കെ എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാമെന്നൊക്കെ ഒരു ഷോർട്സ് ആയിട്ടോ വീഡിയോസൊക്കെ ആയിട്ട് ഇടാം. ഓക്കെ, നിങ്ങൾ കുറേ നാളെ കൊണ്ട് ചോദിക്കുമല്ലേ പിന്നെ ഞാൻ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ കോളേജിൽ നിന്നൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും പഠിപ്പിക്കത്തില്ല. അങ്ങനെ പഠിപ്പിക്കത്തില്ലെന്നല്ല, നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ദാറ്റ് വി ഹാവ് ടു ഡു അവർ ഓൺ. ഞാൻ ഒരുപാട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊന്നുമില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യും. നിങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാം. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ ബേസ് ആയിരിക്കുമല്ലോ. നമുക്ക് വേണ്ടത് ഒരു കറക്റ്റ് നമ്മുടെ ഷെയ്ഡിനുള്ള ഫൗണ്ടേഷനാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഓൺലൈൻ ട്രസ്റ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും വാങ്ങാറില്ല. മീൻസ് ഫൗണ്ടേഷൻ ലൈക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഷെയ്ഡൊക്കെ തെറ്റിപ്പോയി നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പൈസ ഖുദാ ഖബ, അത്ര തന്നെ. പിന്നെ പോയിട്ട് കറണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാം. നമുക്കിങ്ങനെ കടയിലൊക്കെ പോയിട്ട്, ഈ കോസ്മെറ്റിക്സിൻ്റെ കട കാണുമല്ലോ, അവിടെ പോയിട്ട് ജസ്റ്റ് നമ്മുടെ ഷെയ്ഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഓൺലൈനിൽ നിന്ന് മേടിക്കണമെങ്കിൽ മേടിക്കാം. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് മേടിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹൈ ആയിരിക്കും പ്രൈസ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നത്. കൺസീലർ എടുക്കാം. ഇത് ഞാൻ ചെയ്താൽ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഗൈസ്. കൂടിപ്പി അടിച്ചു മാറ്റിയതല്ല, ഓൾ എനിക്ക് തന്നതാണ്. കണ്ടപ്പോൾ ഒരു ക്യൂറോസിറ്റി. പക്ഷെ നമ്മുടെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗോ ആൻഡ് സപ്പോർട്ട് ഹർ. ഒക്കെയല്ലേ അവരെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. സോ നമുക്ക് 1K ആക്കണം ഗൈസ്. ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം എല്ലാവരുടെ. ഓക്കെ, മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തും കൂടെ ചെയ്യണം ഗൈസ്, ഇല്ലെങ്കിൽ അൺഈവനായിട്ടിരിക്കും. നമ്മുടെ ബേസിസ് ഫുൾ ഈസ് ഓക്കെ. സോറി, നമ്മൾ ഇവിടെ ബേക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പിൻ്റെ ABCD പോലും അറിയത്തില്ലായിരുന്നു. മീൻസ് ഈവൻ ഞാനും അത്ര നല്ലതല്ലായിരുന്നു. ഇപ്പോഴും നല്ലതല്ല. ഐ എം സ്റ്റിൽ ലേണിംഗ് അബൌട്ട് മേക്കപ്പ്. ഓക്കെ, ഐ എം നോട്ട് പ്രൊഫഷണൽ.
ഇഷ്ടമല്ല ഗൈസ്. ഞാൻ റീലിട്ടതിന് ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ടായിരുന്നല്ലോ, ഞാൻ ഇവിടെ ഇട്ട റീൽ തന്നെ അതൊരു 1.6K ആയി. ഇൻസ്റ്റാഗ്രാമിലിട്ട ടൈമിൽ അത് 60K പ്ലസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ആം സോ ഗ്ലാഡ് ഗൈസ്. യൂട്യൂബിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ വ്യൂസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടാറുണ്ട്. അപ്പം നമ്മുടെ ഈ കണ്ണിൻ്റെ ഇടയിൽ ബേക്ക് ചെയ്തിരുന്നു, അപ്പം കുറച്ച് ഗ്രീസ് ആവാതിരിക്കും. ആൻഡ് ഞാൻ മേക്കപ്പ് ചെയ്ത് ഫസ്റ്റ് എൻ്റെ ഫൗണ്ടേഷൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ലാക്മേയുടെ ഫൗണ്ടേഷനാണ്. ലാക്മേയുടെ ഒരു ഫൗണ്ടേഷൻ. ആൻഡ് ഞാൻ പോയിട്ട് ആ കടയിൽ ഞാൻ മേടിച്ചത്. ആ ടൈമിൽ നമുക്ക് മേക്കപ്പിനൊന്നും അറിയത്തില്ലല്ലോ, അപ്പം എല്ലാ കളറൊന്നും വിചാരിച്ച ഫൗണ്ടേഷൻ. ഐ മീൻ 3 years ബാക്ക് ആ ടൈമിൽ. എന്നിട്ട് പോയിട്ട് ഞാൻ ചോദിച്ചത് എൻ്റെ ഷെയ്ഡാണെന്നൊക്കെ ചോദിച്ചു അത്ര പറഞ്ഞു. പക്ഷേ ഞാൻ ശവമായി കഴിഞ്ഞ് ഒരു വളർ വെളുത്ത് എങ്ങനെ ഇരിക്കുന്നത് ആ ഷെയ്ഡാണ് അവർക്ക് തന്നത്. ആ ഷെയ്ഡ് ഇട്ടുകൊണ്ട് ഞാൻ ഭയങ്കര ലുക്കാന്ന് വെച്ചിട്ട് ഞാൻ കോളേജിലെ ഫസ്റ്റ് ഇയർ ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. മൈ ഗോഡ്, ഒന്നും ആലോചിക്കാൻ തന്നെ വയ്യ. നമുക്കിനി മേക്കപ്പിലോട്ട് കിടക്കാം ഗൈസ്. നമ്മുടെ സെറ്റിലായിട്ടുള്ള മേക്കപ്പാണ് ചെയ്യുന്നത്, ഒരുപാടൊന്നും വേണ്ട. ഞാൻ കാണിക്കാം, ജസ്റ്റ് ഷൂട്ട് പറയാം, സെറ്റ് അടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ആൻഡ് എന്താ പറയുക, ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ. ആൻഡ് എന്താ പറയുക, എന്ത് സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല, അതാണ് പ്രശ്നം. ദാറ്റ്സ് ദി പ്രോബ്ലമാറ്റിക് തിങ്സ്. ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്യാം. random തിങ്സ്. നിങ്ങൾ കുറേ പേര് എനിക്കിങ്ങനെ എൻ്റെ ചാനൽ സജഷൻ പോകുന്നില്ലാത്തതാണോ നിങ്ങൾ വാച്ച് ചെയ്യാത്തതാണോ എനിക്കറിയത്തില്ല. എനിക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കാർ കമൻറ്റ് ഇടാൻ കാണുന്നില്ല. ഗ്ലിറ്റേഴ്സൊക്കെ ആഡ് ചെയ്തു. സൂൺ നമുക്ക് ഗെറ്റ് ബാക്ക് ടു ട്രാക്ക് ആവണം എനിക്ക്, കാരണം ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട് ഈയിടെയല്ല, കുറച്ച് നാളായി മടി പിടിച്ചിട്ട്. എനിക്കിങ്ങനെ തിരിച്ചു വരാൻ സാധിക്കുന്നില്ല, എനിക്ക് മടി കാരണം. ഉറക്കം പോയി ശരണം എന്ന് പറഞ്ഞ് ഞാൻ ഉറക്കത്തിലോട്ടങ്ങ് പോവാണ്. എന്താ പറയുക, വളരണ്ടായിരുന്നു. കൊച്ചായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടല്ലോ, സ്കൂളിലും കിറ്റും നോക്കി പോയാൽ മതിയായിരുന്നു. I really want to go back to my school കാലഘട്ടം. I really miss my 10th time of period days. If you ask me, എനിക്ക് എവിടെയെങ്കിലും ടൈം ട്രാവൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് ഏത് വർഷത്തേക്ക് പോകണമെന്ന് if you guys ask me, then I will go to 2018 or 19 because അവിടെയാണല്ലോ 10th ബിഗിൻ ചെയ്യുന്നത്. ആ ടൈമിൽ ഞാൻ 10th ഗൈസ്. And I'm still young. If you guys ask me about that, I will say ഞാൻ 10th ക്ലാസ്സിലെ തിരിച്ചു പോകത്തുള്ളൂ. എനിക്ക് അവിടെ സ്റ്റക്കായിട്ട് കിടന്നാലും കുഴപ്പമില്ല, ബിക്കോസ് ഐ റിയലി മിസ് മൈ 10th ഫ്രണ്ട്സ്. ആൻഡ് 10th കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ തിരുത്തി എഴുതാൻ പറ്റുമെങ്കിൽ തിരുത്തി എഴുതണം. അല്ല പിന്നെ ആൻഡ് എന്താ പറയുക, 10th എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബട്ട് എന്താ പറയുക, ഇപ്പം നല്ല ഫ്രണ്ട്സ് ഇല്ലെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി 10th ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലെല്ലാവരും എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. ഐ മീൻ ഇപ്പം എനിക്ക് ക്ലാസ്സിൽ ആരും ഇഷ്ടമില്ല. ദാറ്റ്സ് എ ട്രൂത്ത്. അങ്ങനെ ആരും ഇഷ്ടമില്ലെന്നല്ല, എൻ്റെ കൂടെ നടക്കുന്നവർ അപേക്ഷിച്ച് എനിക്ക് വേറെ ഇഷ്ടമില്ല. ഐ മീൻ ഞാൻ സംസാരിക്കുന്ന അടുത്ത് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ സംസാരിക്കാറില്ല. ദാറ്റ്സ് ദ തിങ്. ബിക്കോസ് യു ഹാവ് ടു കട്ട് ഔട്ട് ദി ടോക്സിക് പീപ്പിൾ ഔട്ട് ഓഫ് യുവർ ലൈഫ്. നമ്മളാരുടെയും വാലിഡിറ്റി നമുക്ക് ആവശ്യമില്ല. അവർ ടോക്സിക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയും. ബിക്കോസ് യു ആർ വേസ്റ്റിംഗ് ടൈം ഓൺ പീപ്പിൾ ഹു ഡോണ്ട് ഗിവ് എ ഷിറ്റ് അബൌട്ട് യു. സോ കട്ട് ഔട്ട് ഓഫ് ദാറ്റ് പീപ്പിൾ. നിങ്ങൾക്ക് അവർ ടോക്സിക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കട്ട് ദാറ്റ് ഷിറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പീപ്പിൾ. ബിക്കോസ് നമുക്ക് അവരുടെ
അവരുടെ ടോക്സിസിറ്റി കാരണം നമുക്ക് ലൈഫിൽ നെഗറ്റീവ് എനർജി മാത്രമേ വരാറുള്ളൂ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ഉള്ള പീപ്പിളാണ് നമ്മുടെ അറൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവ് ആയിരിക്കും. നമ്മളെന്തിനാ ഈ നെഗറ്റീവൊക്കെ എൻഡ്യൂർ ചെയ്യുന്നേ? ഫസ്റ്റ് ഓഫ് ഓൾ അതിപ്പോൾ എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും if you think they are became toxic, cut that people. You don't want toxic people in your life, okay? ചിലവരായിരിക്കും നമ്മളിങ്ങനെ അവരെന്ത് പറയും എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ലൈക്ക് നമുക്ക് ഇഷ്ടമില്ലായിരിക്കും അവരുടെ അടുത്ത് മിണ്ടാൻ, ബട്ട് വി സ്റ്റിൽ മിണ്ടും ബിക്കോസ് നമ്മളൊരു ഡമ്പായതുകൊണ്ടാണ്. വേറെ എന്താ പറയുക? ഞാൻ സംസാരിച്ച് വേറെ ഏതൊക്കെയോ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അന്താരാഷ്ട്ര ഇതിലൊക്കെയാണ് പോകുന്നത്. ഞാൻ ഈ നമ്മൾ ഈ ഐലാഷ് കേളർ ഉപയോഗിക്കാൻ പഠിച്ചു ഗൈസ്. ബിക്കോസ് ഞാൻ ഈ കറുത്ത സാധനം ഞാൻ ഈ പൊട്ടിച്ച സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊന്നുമില്ല വാങ്ങുന്നത്, സോ എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തത് ഈ സാധനം ഇവിടെയാണ് വരുന്നത്. കാരണം ഞാൻ നേരത്തെ ഇങ്ങനെ ഇരുന്ന എൻ്റെ കേളറ് ഐലാഷസ് ഞാൻ ഇത് ചെയ്തപ്പോഴത്തേക്കും റോക്കറ്റ് വിക്ഷേപിക്കാൻ പോകുന്നവർ ഇങ്ങനെയായി. അപ്പോൾ പിന്നെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത് താഴെ വെച്ചു. അപ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് വന്നു. കമൻറ്റ് ഇടുക ഗൈസ്, കമൻറ്റ് ചെയ്തു. നിങ്ങൾ കമൻറ്റിൽ എനിക്ക് അടുത്ത വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ നിങ്ങളാണ് തരുന്നത്. നിങ്ങൾ കുറേ നാളെ കമൻറ്റ് ഇട്ടിട്ട് റെഗുലറായിട്ട് കമൻറ്റ് ഇടുന്ന ആരൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവർ കമൻറ്റ് ഇടാതിരിക്കുമ്പോൾ ഐ ഫീൽ സോ സാഡ്. നിങ്ങൾ എത്ര ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്, അത് മീൻസ് യുവർ ഏജ് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കറിയത്തില്ലല്ലോ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, ഐ മീൻ നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെന്ന് എനിക്കറിയത്തില്ലല്ലോ. സോ കമൻറ്റ് ഡൗൺ യുവർ ഏജസ് ഗൈസ്. നിങ്ങൾ എത്ര ക്ലാസ്സാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് കൂടെ പറയണം. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു. ഞാൻ പുറത്തു വരുന്നു കൃഷ്ണൻ്റെ കൂടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ. ഞങ്ങൾ ചർച്ചിലൊക്കെ പോയി ആഘോഷിച്ചിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആഘോഷമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തു പോയി ഞാനും കൃഷ്ണനും കൂടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കും. ഞങ്ങൾ പോയി ബോബാറ്റൊക്കെ കുടിച്ചിട്ട് വന്നു. കഴിച്ചിട്ടാണ് പോയത്. ഫുഡ് കഴിച്ചിട്ട് പോകണം നമ്മൾ പുറത്തു പോകുമ്പോൾ, ഇല്ലെങ്കിൽ ആദ്യം മൂത്തത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി പൈസയൊക്കെ കളയും. എൻ്റെ അമ്മ വീഡിയോ കാണുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതല്ല. ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചില്ല ഗൈസ്. പിന്നെ ഞാൻ ഒരു ബട്ടർ കേക്കും കൂടെ കഴിച്ചായിരുന്നു. ജസ്റ്റ് 30 rupees, ഓക്കെ. ഞാൻ ഇന്നലെ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രിയായിട്ടും മെസ്സേജ് ആയിട്ടും അങ്ങനെ തിരിച്ചു വന്നായിരുന്നു. അമ്മ ചോദിച്ചു ആരുടെ കൂടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഇന്ന് കൃഷ്ണയുടെ കൂടെ. അപ്പം നിങ്ങളുടെ വാലന്റൈൻ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വാലന്റൈൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞങ്ങൾ രണ്ടുപേരും അത്രയായിട്ട് പോകുന്നത്. നമ്മൾ ഗേളീസ് ഉള്ളപ്പോൾ എന്തിനാണ് വേറൊരു വാലന്റൈൻ അല്ലേ? ദാറ്റ്സ് എ തിങ്. നമുക്ക് വേറെ ആരുടെ ആവശ്യമില്ല. വെൻ വി ഹാവ് അവർ റൈറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കണ്ടിരിക്കുക ഗൈസ്. ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ കണ്ടു വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം വേറെ വേറെ നാട്ടിലെ ആൾക്കാർ വേറെ വേറെ ക്യാരക്ടറുള്ള ആൾക്കാരാണല്ലോ. ബിക്കോസ് എൻ്റെ നാട്ടിലെന്നല്ല, പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കുഞ്ഞിലേക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ വേറൊരു ഡിഫറെൻറ്റ് സ്വഭാവം, ഡിഫറെൻ്റ് ആൾക്കാരാണല്ലോ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണല്ലോ. ഞാൻ നാട്ടിലൊക്കെ കാണുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഞാൻ UKG വിട്ടേ കാണാൻ തുടങ്ങിയ ആൾക്കാരാണല്ലോ. CA ഒക്കെ പറയണമെങ്കിൽ ഞാൻ ഓളെ 3ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് തൊട്ട് എന്തോ കാണാൻ തുടങ്ങിയാണ്. ബട്ട് വി ബിക്കേം ഫ്രണ്ട്സ് ഇൻ 9th standard. ആൻഡ് എന്താ പറയുക, അങ്ങനെയാണല്ലോ നമ്മളെ മാച്ച് വൈബായിട്ടുള്ള ആൾക്കാരല്ലേ നമുക്ക് ഇഷ്ടപ്പെടുത്തും, ഓഫ് കോഴ്സ്. ബട്ട് ഞാനിവിടെ വന്ന സമയത്ത് ഐ മെറ്റ് എ ലോട്ട് ഓഫ് സ്നേക്സ്, എ ലോട്ട് ഓഫ് ടോക്സിക് പീപ്പിൾ. ഇവിടെ വന്ന് പലതരം പാമ്പുകൾ ഉള്ളത് കാര്യം ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത്. കാരണം ഇൻ മൈ ഇമാജിനേഷൻ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, കാരണം എൻ്റെ കൂടെ ഫ്രണ്ട്സ് ആയിരുന്നാലും നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന ആൾക്കാരാണല്ലോ. നമ്മളിവിടെ വന്നിട്ട് ദേ ആർ സോ സെൽഫിഷ്.
കുറ്റം പറയണമില്ല. യു ഹാവ് ടു ബി സെൽഫിഷ് സം ടൈം. നമ്മൾ സെൽഫിഷ് ആയിരിക്കണം നമ്മൾ സംടൈംസ്. പക്ഷേ കമ്പാരിറ്റീവ്ലി എൻ്റെ മറ്റേ ഫ്രണ്ട്സിനെ, ഐ മീൻ പഴയ ഫ്രണ്ട്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദീസ് പീപ്പിൾ ആർ അങ്ങനെയുള്ള എൻ്റെ സ്കൂൾ ഫ്രണ്ട്സൊക്കെ വെരി റെയറാണ് ഗൈസ്. ആ ടൈപ്പ് ഓഫ് പീപ്പിളാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ മെറ്റ് ചെയ്ത പീപ്പിളൊക്കെ ഭയങ്കര വേറെ ടൈപ്പാണ്. എനിക്കിഷ്ടമല്ല. എല്ലാവരും കാണുന്നുണ്ടാവും, പക്ഷേ ഐ ഹാവ് ടു ഓപ്പൺലി സേ റൈറ്റ്, നോട്ട് എവ്രി വൺ. ഓക്കെ, സം പീപ്പിൾ ആർ നൈസ്. മീൻ എൻ്റെ വ്ളോഗിൽ കാണുന്നവരൊക്കെ നൈസാണ് ഗൈസ്. ഞാൻ ടോക്സിക് പീപ്പിൾസിനെ ഒന്നും ഞാൻ എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്താറില്ല. അതുമല്ല, എനിക്ക് എൻ്റെ കോളേജിൽ ആകെ അറിയുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരെയും പിന്നെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് പേരെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. വേറെ ആരും എനിക്കറിയത്തില്ല. ഞാൻ കമ്പനി അടിക്കാൻ പോകാറില്ല ആരുമായിട്ടും. ആരും പോയി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല വന്നിട്ട് കമ്പനി അടിക്കാൻ. അപ്പോഴാണ് പിന്നെ 2-3 പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടത്. സോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് എവിടെയൊക്കെ പോകുന്നുണ്ട്. സോ നമ്മൾ മേക്കപ്പ് ഒക്കെ ഡണ്ണായിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയോ ബന്ധമില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സെറ്റായി നമ്മുടെ മേക്കപ്പ് റെഡിയാകും. നമ്മുടെ നാട്ടിൽ അറിയത്തില്ല, നമ്മുടെ നാട്ടിൽ എക്സാം നടക്കുവാണെന്ന് തോന്നുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കമൻ്റ് ഇട്ടായിരുന്നു എക്സാം നടക്കുവാണ് എന്ന് പറഞ്ഞിട്ട്. സോ ഗൈസ്, എക്സാമൊക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്യുക. ഞാൻ പഴയപ്പോയി എന്നെ കാണുന്നതിനും കൂടെ പഴയപ്പോയി. ചുമ്മാ ഐ എം ജസ്റ്റ് ജോക്കിങ്. ഞാൻ പഴയട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മൈ പോർട്ട്ഫോളിയോ വരാൻ പോവാണ്. അപ്പം ആ പോർട്ട്ഫോളിയോയ്ക്കുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ റെഡിയാക്കണം. അതിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്നതായിരിക്കും. ആൻഡ് നമ്മൾ അത്ര വലിയ ഡിസൈനറൊന്നുമില്ല, എന്നാലും I will show you guys what all I'm doing. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. എൻ്റെ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ആൻഡ് ദിസ് ചാനൽ ഓൾസോ സബ്സ്ക്രൈബ് മറക്കരുത്. If you guys like it, hit that subscribe button. Okay.